സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നായ സംസം കിണറിനെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾ മണൽ മൂടിക്കിടന്ന ഈ കിണർ എങ്ങനെയാണ് വീണ്ടും കണ്ടെത്തപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാമോ? പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ളയെ ബലി നൽകാൻ തീരുമാനിച്ചതും പിന്നീട് 100 ഒട്ടകങ്ങളെ പകരം നൽകി അദ്ദേഹത്തെ രക്ഷിച്ചതും എങ്ങനെയാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പ് നടന്ന ആവേശകരമായ ആ ചരിത്രം നമുക്കൊന്ന് നോക്കാം. നബിയുടെ പിതാമഹനായ അബ്ദുൽ മുത്തലിബ് ഒരിക്കൽ കഅബയുടെ അരികിൽ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ഒരു അദൃശ്യ ശബ്ദം അദ്ദേഹത്തോട് സംസം കുഴിക്കുക എന്ന് ആവശ്യപ്പെട്ടു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജുർഹും ഗോത്രം മണൽ മൂടി മറിച്ച് കളഞ്ഞ സംസം എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. തുടർച്ചയായ 4 രാത്രികളിൽ സ്വപ്നം ആവർത്തിച്ചപ്പോൾ അള്ളാഹു നൽകിയ അടയാളങ്ങൾ വെച്ച് അദ്ദേഹം കുഴിക്കാൻ തുടങ്ങി. ഖുറൈശികൾ അദ്ദേഹത്തെ പരിഹസിച്ചു. പക്ഷേ മകൻ ഹാരിസിനൊപ്പം ഉറച്ച വിശ്വാസത്തോടെ അദ്ദേഹം മണ്ണു നീക്കി. ഒടുവിൽ പുരാതനമായ കല്ലുകൾക്കിടയിൽ നിന്ന് തെളിനീരുറവ പുറത്തേക്ക് വന്നു. അല്ലാഹു അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അബ്ദുൽ മുത്തലിബ് സംസം ലോകത്തിന് മുമ്പിൽ വീണ്ടും തുറന്നു കൊടുത്തു. സംസം കണ്ടെത്തുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബിന് ഒരേയൊരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് അദ്ദേഹം അള്ളാഹുവിനോട് ഒരു നേർച്ച നേർന്നു. എനിക്ക് 10 ആൺമക്കൾ ഉണ്ടാവുകയും അവർ പ്രായപൂർത്തിയാവുകയും ചെയ്താൽ അവരിൽ ഒരാളെ ഞാൻ നിനക്കായി ബലി നൽകാം. വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തിന് 10 ആൺമക്കളുണ്ടായി. നേർച്ച നിറവേറ്റാൻ അദ്ദേഹം മക്കളുടെ പേരെഴുതി നറുക്കെടുത്തു. ഏവരും ഭയപ്പെട്ടതുപോലെ നറുക്ക് വീണത് അബ്ദുൽ മുത്തലിബിന് ഏറ്റവും പ്രിയപ്പെട്ട മകൻ അബ്ദുള്ളയുടെ പേരിലായിരുന്നു. നബിയുടെ പിതാവാകാനിരുന്ന ആ യുവാവിനെ ബലി നൽകാൻ അദ്ദേഹം തയ്യാറെടുത്തു. എന്നാൽ ഖുറൈശികൾ അത് തടഞ്ഞു. ഈ ദുരാചാരം മക്കയിൽ തുടങ്ങാൻ അവർ അനുവദിച്ചില്ല. പരിഹാരത്തിനായി അവർ ഒരു ജ്ഞാനിയെ സമീപിച്ചു. അബ്ദുള്ളയ്ക്കും 10 ഒട്ടകങ്ങൾക്കുമിടയിൽ നറുക്കിടാൻ അവർ നിർദ്ദേശിച്ചു. ഓരോ തവണയും അബ്ദുള്ളയുടെ പേര് വരുമ്പോൾ 10 ഒട്ടകങ്ങളെ വീതം കൂട്ടണം. 10, 20, 30 അങ്ങനെ എണ്ണം 100-ലെത്തി. ഒടുവിൽ നറുക്ക് 100 ഒട്ടകങ്ങളുടെ മേൽ വീണു. അബ്ദുൽ മുത്തലിബ് ആ 100 ഒട്ടകങ്ങളെയും ബലി നൽകി തൻ്റെ പ്രിയ പുത്രനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നു. അള്ളാഹുവിൻ്റെ വലിയൊരു പദ്ധതി അവിടെ പൂർത്തിയാക്കുകയായിരുന്നു. ആ അബ്ദുള്ളയുടെ മകനാണ് പിന്നീട് ലോകത്തിൻ്റെ അനുഗ്രഹമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായി ജനിച്ചത്. പ്രയാസങ്ങൾക്കിടയിലും അള്ളാഹുവിൻ്റെ സഹായം എങ്ങനെ വരുന്നു എന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഈ ചരിത്രം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ ചരിത്ര കഥകളുമായി കൂടുതൽ അറിവുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.